കർത്താവിനെ മഹത്വമുണ്ടാകട്ടെ. ഒരു വിശുദ്ധ സഭായോഗം കൂടെ കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് നൽകിയ വിലയേറിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് 2 ദിനങ്ങൾ ഉപവസിക്കുവാനും പ്രാർത്ഥിപ്പാനും അതിനുശേഷം ഉപവാസ പ്രാർത്ഥനയുടെ സമാപനമായിട്ടും വിശുദ്ധ സഭായോഗമായിട്ടും കൂടി വരുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി. ഒരു ആഴ്ച കൂടെ ഈ വർഷം നമ്മെ വിട്ട് കടന്നു പോകുവാൻ ബാക്കി നിൽക്കുമ്പോൾ ആരോഗ്യമുള്ളവരായി, സൗഖ്യമുള്ളവരായി, ബലമുള്ളവരായി അതേ നമുക്ക് കടന്നു വരുവാൻ ദൈവം നൽകിയ അവസരങ്ങളെ ഓർത്ത് എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിക്കൊണ്ട് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. വളരെ പ്രാർത്ഥനാപൂർവം ഇന്ന് ദൈവസ്ഥലായിരിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥനകളിൽ ഓർപ്പിച്ച ഒരു തുടർ സന്ദേശമാണ് ഇന്ന് ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വചനമാണ് ഈ പ്രാർത്ഥനയിലെ നമ്മുടെ ചിന്ത. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ തിരുവചനം ഒരാളെ ശബ്ദമുയർത്തി വായിക്കുമല്ലോ. ഈ വചനങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. വളരെ ശക്തമായി ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ ദൈവജനത്തോട് ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ 2 രാത്രി വേളകളിൽ ഉപവാസ പ്രാർത്ഥനയിൽ ഇതേ വചനത്തിൽ നിന്ന് ചില ചിന്തകൾ ഓർപ്പിച്ചതിന്റെ തുടർച്ചയായിട്ട് ഓർപ്പിക്കുമ്പോൾ പുതിയ അറിവുകളും ആത്മീയ ബലവും യേശുക്രിസ്തുവിന്റെ വാക്കുകളുടെ അർത്ഥം എന്താണെന്നും ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. കർത്താവിന്റെ ഒരു വിടവാങ്ങൽ പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം. ഫെയർവെൽ മെസ്സേജ്. അതാ ഈ 14-ാം അധ്യായത്തിലും തുടർന്നുള്ള അധ്യായങ്ങളിലും ഒക്കെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ക്രൂശ് മരണം ലക്ഷ്യമാക്കി, യെരൂശലേം ലക്ഷ്യമാക്കി യേശു കർത്താവ് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരെ വിട്ടു പിരിയാനായിട്ട് പോവുകയാണ്. അവരെ പിരിയാൻ പോകുമ്പോൾ ആശ്വാസവചനമായിട്ടും പ്രത്യാശ പുതുക്കുവാനായിട്ടും പ്രത്യേകം പറയുന്ന ഒരു അധ്യായമാണ് 14-ാമത്തെ അധ്യായം. ആ 14-ാമത്തെ അധ്യായത്തിൽ അത് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തുടങ്ങിയത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അത് തന്നെ വലിയ ആശ്വാസം പകരുന്നതാണ്. ഈ ആരാധനയിലും ആ വചനം കൂടി ഞാൻ ദൈവമക്കളോട് അർപ്പിക്കട്ടെ. നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥന സമാപനത്തിലും ആ വചനം പറഞ്ഞ് നമുക്കൊന്ന് ബലപ്പെടുവാനായി ഇടയായി തീരട്ടെ. കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. KJV പോലുള്ള ബൈബിളുകളിൽ, തോംസൺ ചെയിൻ റെഫറൻസ് ബൈബിളിലൊക്കെ പരിശോധിച്ചാലറിയാം, ചുമല മഷിയിലാണ് ഈ അധ്യായം മുഴുവൻ കൊടുത്തിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ വാക്കാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നമുക്കത് ചേർന്ന് പറയാനായിട്ട് കഴിയുമോ? എല്ലാവരും ചേർന്ന് പറയാമോ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഈ ആരാധനയിൽ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന ദൈവജനത്തോടും ഇന്ന് പകൽ അർപ്പിക്കട്ടെ. ഹൃദയങ്ങൾ കലങ്ങുന്നത് പോലെ വേദനപ്പെട്ടിരിക്കുമ്പോൾ ആ വചനത്തിൽ ഒന്ന് കൈവച്ചുകൊണ്ട് പറയുവാനായിട്ട് ഇടയായി തീരണം. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് യേശു കർത്താവ് പറഞ്ഞുവെങ്കിൽ ആ വചനം എനിക്കുള്ളതാണെന്ന് എത്ര പേര് ഏറ്റെടുക്കും? എത്ര പേര് ഏറ്റെടുക്കും? ആ വചനം എനിക്കുള്ളതാണ്. എനിക്ക് ആ വചനത്തിലെ എല്ലാ ഭാഗവും ഓർപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ 30 വചനങ്ങളിലും ആശ്വാസത്തിന്റെ വാക്കുകളിൽ
യേശു കർത്താവ് ആവർത്തിച്ചു പറയുകയാണ്. അടുത്തിരുന്ന് അപ്പച്ചന്മാരൊക്കെ പറഞ്ഞു പഠിക്കുന്നത് പോലെ ശിഷ്യന്മാർക്ക് യേശു പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനാ വഴി, ഞാനാ സത്യം, നിങ്ങൾ അനാഥരായി പോകത്തില്ല. പിതാവ് പുത്രന് മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിച്ച മറുപടി ഉറപ്പാ. 28 വരുമ്പോൾ വീണ്ടും പറയുകയാണ്, 27 അവസാനം മുതൽ കാണാം, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. പിന്നെയും പറയുകയാണ്, do not trouble your heart. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. മക്കളെ, ഈ വർഷത്തിന്റെ സമാപനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. നിങ്ങൾ തോറ്റു പോകരുത്. നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. ഹൃദയം വ്യാകുലപ്പെട്ടു പോകരുത്. എന്റെ കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. കർത്താവ് പിന്നെയും പറഞ്ഞെന്താണെന്നറിയാമോ? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. അടുത്തത് ശ്രേഷ്ഠകരമായ പദമാണ്. വാക്യം കണ്ടവരെന്ന് എടുത്തു വായിക്കാമോ? അതെ, 28 വചനത്തിൽ കർത്താവ് ഓർപ്പിച്ചിരിക്കുകയാണ്. 27 വചനത്തിൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ചേർന്ന് പറ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുതേ, ഭ്രമിക്കുകയുമരുതേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിലും ഈ വർഷത്തിന്റെ സമാപനത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പറയുവാനായി പിടിയായി തീരണം. ലോകം തരാത്തൊരു സമാധാനം തരുന്ന എന്റെ യേശു കർത്താവ് ഇന്ന് പകലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സമാധാനം തരാമെന്ന്. അസമാധാനങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, തലമുറകളുടെ വിഷയത്തിൽ ഭാരങ്ങൾ അനുഭവിക്കുമ്പോൾ, ജോലി സംബന്ധമായ വിഷയങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രവചന ദൂത് പോലെ ഇന്ന് മകൻ ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിൽ പ്രിയരെ, എന്റെ യേശു പറഞ്ഞ ഈ വചനത്തെ നോക്കിക്കൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, നിങ്ങൾ ഭ്രമിക്കരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങുവാനിടയാകരുത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവർ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. അത് ലോകം തരുന്നത് പോലെ അല്ല, അത് ലോകം തരുന്നത് പോലെയല്ല. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നു? അത് ലോകം തരുന്നത് പോലെയല്ല, അത് ലോകം തരുന്നത് പോലെയല്ല. ഇങ്ങനെ ആശ്വാസവചനങ്ങളൊക്കെ പറഞ്ഞു അവരെ ആശ്വസിപ്പിച്ച് ഒരു വിടവാങ്ങൽ പോലെ കർത്താവ് പറഞ്ഞതാണ്. 30-31 വാക്യങ്ങളിൽ പറഞ്ഞു, എന്നെ പിടിപ്പാൻ ആര് വരുന്നുണ്ട്? ഈ ലോകത്തിന്റെ പ്രഭുവിന് എന്നെ പിടിക്കുവാൻ. പക്ഷെ ഒരു കാര്യം എന്റെ കർത്താവ് എടുത്തു പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവും ഇല്ല. ഈ ലോകത്തിന്റെ ദുഷ്ടശക്തികൾക്കോ, പൈശാചികമാകുന്ന വെല്ലുവിളികൾക്കോ, ദുഷ്ടന്റെ തന്ത്രങ്ങൾക്കോ ഇന്ന് പകൽ ഞാൻ വിളിച്ചു കൊടുക്കുക, നിങ്ങളുടെ മേൽ അധികാരമില്ല. ഈ ലോകത്തിന്റെ പ്രഭുവിന് നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ അധികാരമില്ല. എന്റെ യേശു പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യമില്ല. കരം ഉയർത്തിപ്പിടിച്ച് പറയാമോ? ഈ ലോകത്തിന്റെ പ്രഭുവിന്, ഈ ലോകത്തിന്റെ ദുഷ്ടശക്തികൾക്ക്, പൈശാചികമാകുന്ന ശക്തികൾക്കോ വെല്ലുവിളികൾക്കോ എന്റെ മേലൊരു അധികാരവുമില്ല. എത്ര പേര് കരമുയർത്തിയത് ചേർന്ന് പറയും? പൈശാചിക ശക്തികൾക്ക് എന്റെ മേൽ അധികാരമില്ല. എന്നെ തൊടുവൻ അവകാശത്തിലെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞാട്ടെ, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു അധികാരമില്ല. ഹല്ലേലൂയ! അവരൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല യേശു പറഞ്ഞെങ്കിൽ, വർണ്ണ ദൈവജനത്തിന്റെ മേലെ ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന യേശു കർത്താവിന്റെ പുണ്യാക രക്തം കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനത്തിന്റെ മേൽ ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഈ ലോകത്തിന്റെ പ്രഭുവിനും ദുഷ്ടപീശാചിനും നിങ്ങളുടെ മേലോ, കുടുംബത്തിന്റെ മേലോ, നന്മകളുടെ മേലോ പീശാചിനൊരു അധികാരവുമില്ല. ഈ യേശു കർത്താവ് പറഞ്ഞിട്ട് എന്റെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. 31 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതൊരു നിർദ്ദേശമാണോ എന്ന് ചോദിച്ചാൽ നിർദ്ദേശമാണ്. അടുത്ത ഒരു ദൗത്യത്തിനുള്ള ആഹ്വാനമാണോ എന്ന് ചോദിച്ചാൽ ആഹ്വാനമാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ? 30 വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ലേ?
ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തിയില്ലേ? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ചില്ലേ? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ചില്ലേ? ഇനി എനിക്ക് പറയുവാനായിട്ടുള്ളത് കർത്താവ് ഇങ്ങനെ ഓർപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ക്ഷമിക്കണം, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. കർത്താവ് പ്രിയരെ, എന്താ ലോകം അറിയേണ്ടത്? യേശു പറയും, എന്താ ലോകം അറിയേണ്ടത്? രണ്ട് കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു. രണ്ട്, പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സ്നേഹം അവിടെ വെളിപ്പെടുന്നുണ്ട്, ഒരു കരുതൽ അവിടെ വെളിപ്പെടുന്നുണ്ട്, ഒരു ദൗത്യ പൂർത്തീകരണം അവിടെ വെളിപ്പെടുന്നുണ്ട്. ഇത്രയും നേരവും കർത്താവ് പറഞ്ഞതെല്ലാം സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ്. ആരുടെ ബലത്തിലാണ് പറയുവാൻ ഇടയായി തീർന്നത്? പിതാവിന്റെ ബലത്തിൽ. സർവശക്തനായ ദൈവത്തിന്റെ, അത് മനുഷ്യത്വത്തിൽ പറയുന്ന യേശുക്രിസ്തു ദൈവമാണ്. അപ്പോൾ തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പൂർണ്ണ മനുഷ്യനും കൂടിയാണ്. മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നുണ്ട്, പക്ഷെ എന്നോട് ഒരു കാര്യവുമില്ല. ഞാൻ വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു. രണ്ട്, പിതാവിനെ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അതെല്ലാം ചെയ്തു എന്ന് ആരറിയട്ടെ? ലോകം അറിയട്ടെ. യേശുക്രിസ്തു ചെയ്തതും യേശുക്രിസ്തു പ്രവർത്തിച്ചതും ലോകം അറിയട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ സന്ദേശത്തിന്റെ പ്രധാന ചിന്തയും അതാണ്, ലോകം അറിയട്ടെ. എഴുന്നേൽപ്പിൻ, പോക, അടുത്ത ദൗത്യത്തിന് പോക. ഇതുവരെയുള്ള ദൗത്യം തീരുന്നു, ഇനി ഞാൻ എഴുന്നേൽക്കാൻ പോകുന്നു എന്നാണ് യേശു കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. എത്ര പേര് ആമേൻ പറയും? ജീവിതത്തെ നോക്കിക്കൊണ്ട് ഈ വചനം കൈമാറുവാൻ, ഈ വചനം വിളിച്ചു പറയുവാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? എത്ര പേര് ആമേൻ പറയും? ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് 2019 ദൗത്യമല്ല 2020 ഉണ്ടായിരുന്നത്. 2020 തീരാൻ പോകുമ്പോൾ 2020 ദൗത്യമല്ല 2021 കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കും ഒരു പുതിയ ദൗത്യത്തിനായിട്ട്, പുതിയ ഉത്തരവാദിത്വത്തിനായിട്ട് ഞാൻ എഴുന്നേൽക്കുമെന്ന് പറയുന്ന ദൈവമക്കൾ കരമുയർത്തി ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഞാൻ എന്നെ അതിനു വേണ്ടി സമർപ്പിക്കുന്നു. എഴുന്നേൽപ്പി, പോകാം ഒരു പുതിയ ദൗത്യത്തിന്, ഒരു പുതിയ അനുഭവത്തിന്, ഒരു പുതിയ ശുശ്രൂഷയ്ക്ക്. എത്ര ദൈവമക്കൾ അതിന് തയ്യാറാകുന്നുണ്ട്? ഒരു പുതിയ അനുഭവത്തിന് വേണ്ടി, ചില പുതിയ അനുഭവങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. ലോകമറിയട്ടെ, എന്നിലും നിങ്ങളിലൂടെയും ചെയ്യുന്ന പ്രവൃത്തികൾ ലോകമറിയട്ടെ, ലോകമറിയട്ടെ. ഹല്ലേലൂയ. ഞാന് എവിടെയോ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ എന്നെ സ്പർശിച്ച ഒരു അനുഭവം ഞാൻ പറയട്ടെ. ആരാണ് എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു ഫുട്ബോൾ കളിക്കാരനാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു പഴത്തിന്റെ പകുതിയാണെന്ന് തോന്നുന്നു ഒരു ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിയുവാനിടയായി തോന്നുന്നു. ഒരുപക്ഷെ കാണികളായിട്ടുണ്ടായിരുന്ന ആരുടെ ഒരു രോഷ നിമിത്തം ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞതാണ്, കളിക്കാരന്റെ നേരെ വലിച്ചെറിഞ്ഞതായിരിക്കാം. എന്നാൽ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നതായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ പേര് ഞാൻ വിട്ടുപോയി. ആ കളിക്കാരന്റെ
ഗ്രൗണ്ടിലേക്ക് ഈ പഴം, പകുതി കഴിച്ച പഴം ഇങ്ങനെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. റഫറി വിസിലടിച്ചു. കോർണർ കിക്കോ മറ്റോ എടുക്കുവാനായിട്ടാണ് തോന്നുന്നു വിസിലടിച്ചത്. സംഭവിച്ചത് കേൾക്കണമോ? വിസിലടിച്ചിട്ടും അദ്ദേഹം എടുത്തില്ല. ഓടിച്ചെന്ന് എടുത്തത് ഈ പകുതി കഴിച്ച പഴം ആയിരുന്നു എടുത്തത്. ആ സ്റ്റേഡിയം മുഴുവൻ നോക്കിക്കൊണ്ടിരുന്ന് വിസിലടിച്ചിട്ടും എടുക്കുന്നില്ല. ഈ പകുതി കഴിച്ച പഴം അദ്ദേഹം ഓടിച്ചെന്ന് എടുത്തിട്ട് ചെയ്ത് എന്താണെന്നറിയാമോ? അത് തൊലികൾ മാറ്റിയിട്ട് അത് കഴിക്കുവാനിടയായി തന്നാൽ കളിക്കാരൻ. നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ലോക ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റിയ ഒരു സംഭവമായിരുന്നു. ഞാനോ നിങ്ങളോ ഒരുപക്ഷെ ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്നറിയാമോ? ആഹാരത്തിന്റെ വില അറിയാവുന്നത് കൊണ്ട്, ദാരിദ്ര്യം എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട്, പട്ടിണി എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് ആ മാന്യനായ കളിക്കാരൻ ചെയ്തത് ആ പഴത്തൊലി വലിച്ചെറിയാതെ ആ കഴിച്ച പഴം പകുതി ഉണ്ടായിരുന്ന ഗ്രൗണ്ടിൽ വന്നത് അത് മുഴുവനായിട്ട് കഴിച്ചിട്ട് അതിന്റെ തൊലിയെടുത്ത് കളഞ്ഞിട്ടാണ് അദ്ദേഹം കിക്കെടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നെ അത് ആഴമായി സ്പർശിക്കുവാൻ ഇടയായി തീർന്നു. ആ മാന്യമായ പ്രവൃത്തി ലോകം മുഴുവൻ അറിഞ്ഞു. ലോകം അദ്ദേഹത്തെ അഭിനന്ദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതെങ്ങനെ സംഭവിച്ചു ദൈവമക്കളെ? തന്നിലുണ്ടായിരുന്ന വിശപ്പിന്റെ വിളിയും തന്നിലുണ്ടായിരുന്ന ദാരിദ്ര്യവും പട്ടിണിയും നിലത്തും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലേ? എത്ര പഴം നാം വലിച്ചെറിഞ്ഞിരിക്കുന്നു, എത്ര ആഹാരങ്ങൾ കൊണ്ടുവന്ന് കാടിക്കരത്തിനകത്ത് കലക്കിക്കളഞ്ഞിരിക്കുന്നു. പക്ഷേ വിലയുണ്ട് കേട്ടോ. ഞാൻ പറയാൻ വന്നത് ഇതാണ്. ആ മാന്യനായ ഫുട്ബോൾ കളിക്കാരനെ കുറിച്ച് ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കാനിടയായെങ്കിൽ, പ്രശംസിക്കാനിടയായെങ്കിൽ, ലോകം അഭിനന്ദിക്കാനായിട്ടിടയായിട്ടുണ്ടെങ്കിൽ, ഈ എന്നെയും നിങ്ങളെയും ലോകം അറിയട്ടെ. അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. നാം ചെയ്യുന്ന നന്മ പ്രവൃത്തിയിലൂടെ ലോകം അറിയട്ടെ. എത്ര പേര് ആമേൻ പറയും? അതൊരു നിസ്സാരമായ പ്രവൃത്തിയായിരിക്കാം. എന്തിനെ? അന്ധനായ ഒരു മനുഷ്യൻ വഴി നടന്നു പോകുമ്പോൾ, അയാളെ ക്രോസ് ചെയ്തു പോകുമ്പോൾ, ഈ കൊറോണ കാലത്തും തിരുവല്ല ജംഗ്ഷനിൽ കൈപിടിച്ച് അദ്ദേഹത്തെ ക്രോസ് ചെയ്യിപ്പിക്കാൻ ജോലിക്കാരിയോ ആരോ തയ്യാറായി. അത് കേട്ടറിഞ്ഞോ? ഒരു വീട് ആ സഹോദരിക്ക് കിട്ടിയെന്ന് എനിക്കറിയാനിടയായി തീർന്നത് വെച്ചു കൊടുത്തതിന്റെ ഓണറാണെന്ന് ഈ പുണ്യപ്രവർത്തി കണ്ടിട്ട്. കർത്താവിൽ എപ്പോഴൊരു നന്മ ജീവിതത്തിൽ വരുന്നോന്ന് അറിയത്തില്ല കേട്ടോ. എപ്പോഴൊരു പ്രത്യേക നന്മ വരുന്നെന്ന് അറിയത്തില്ല. ഞാനും നിങ്ങളും ചെയ്യുന്നത് ലോകം അറിയട്ടെ. യേശു പറയുന്ന ലോകം അറിയട്ടെ. എന്താ ലോകം അറിയേണ്ടത്? ലോകം അറിയേണ്ടത് ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയട്ടെ. ഹല്ലേലൂയ. യേശു പറയുന്നു, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ ഓർപ്പിച്ചു എന്തുകൊണ്ട് നമുക്കതിനെ ഗുണമെന്ന്. യേശു പിതാവിനെ സ്നേഹിച്ചത് കൊണ്ട് നമുക്കുണ്ടായ ഗുണം ഞാനൊന്ന് തൊട്ടു പറയാം. എങ്കിലേ കണ്ടിന്യൂസ് ആയിട്ട് വരികയുള്ള അടുത്ത വിഷയങ്ങൾ. നമുക്കുണ്ടായ ഗുണം എന്തായിരുന്നു? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ ഞാനത് ഓർപ്പിക്കുവാനിടയായി തീർന്നു. അതിന്റെ 11 മുതലൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സമയപരിമിതിയിൽ ഞാനത് വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. 14-ാം വാക്യത്തിലും 15-ാം വാക്യത്തിലും അത് ആവർത്തിച്ചിരിക്കുന്നു. നിങ്ങളെ എന്റെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് പിതാവിനെ സ്നേഹിച്ചതിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അപ്പോൾ തന്നെ നമ്മളെ ഏറ്റവും അടുത്ത സ്നേഹിതൻ എന്നുള്ള ഒരു ഫ്രണ്ട് എന്നുള്ള
ഒരു ഉന്നതനായ ഒരാളെ, പ്രധാനമന്ത്രി പോലുള്ള ഒരാൾ നിങ്ങളെ ഫോൺ വിളിച്ചാൽ എത്ര സന്തോഷമാണ്, എത്ര അനുഗ്രഹമാണ്. മുഖ്യമന്ത്രി പോലുള്ള ഒരു ഫോൺ വിളിച്ചാൽ. പക്ഷേ അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ശ്രേഷ്ഠതയാണ് സർവശക്തനായ ദൈവം നിന്റെ സ്നേഹിതനാണെന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത സ്നേഹിതനാണെന്ന് പറയുന്നത്. ഇനി ഞാൻ ആ ഭാഗം ആവർത്തിക്കുന്നില്ല. അടുത്ത ചില വിഷയങ്ങളാണ് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ വചനം വായിക്കുമ്പോൾ എന്താ ലോകം അറിയേണ്ടതെന്ന് അവിടെ ഓർപ്പിച്ചിരിക്കുന്നു. ഒന്ന് വായിക്കാമോ? നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചോ? വിശദമാക്കുവാൻ കഴിയുന്നില്ല. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ, ശ്രദ്ധിച്ചേ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകമറിയട്ടെ. എന്റെ യേശു പറയുന്നു, എന്താ ലോകമറിയേണ്ടത്? എന്താ ലോകമറിയേണ്ടത്? ഞാൻ പിതാവിനെ സ്നേഹിച്ചുവെന്നും പിതാവിനോട് പറഞ്ഞതൊക്കെ ഞാൻ പൂർത്തീകരിച്ചുവെന്നും ലോകമറിയട്ടെ എന്ന് പറഞ്ഞുവെങ്കിൽ, ഇപ്പോൾ 17-ാം അധ്യായത്തിൽ പറയുകയാണ് ലോകമറിയേണ്ടത് മറ്റൊന്നുണ്ട്. ലോകമറിയേണ്ട ശ്രേഷ്ഠമായ ഒന്നുണ്ട്. എന്താ? നീ എന്നെ അയച്ചിരിക്കുന്നത് പോലെ നീ എന്നെ എപ്രകാരം സ്നേഹിച്ചോ അപ്രകാരം ആരെയും സ്നേഹിക്കുന്നു. ആരെയും സ്നേഹിക്കുന്നു? നിങ്ങളെയും സ്നേഹിക്കുന്നു. ഈ പകലിൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആ കൊടി നിങ്ങളുടെ തലയ്ക്ക് മീതെ പിടിച്ചിട്ടുണ്ടെന്ന് പകൽ മറന്നു പോകരുത്. തെല്ലൊരാശ്വാസ വാക്ക് പറയുവാൻ, എന്തിന് വയ്യോളം ജോലി ചെയ്താലും പകൽ മുഴുവൻ ജോലി ചെയ്തിട്ട് വൈകിട്ട് ഒരു നല്ല വാക്ക് പറയുവാൻ ജീവിതത്തിൽ കൊതിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരുടെ സന്ദേശം കേൾക്കുമ്പോൾ, എന്നോടൊരു നല്ല വാക്ക് പറയുന്നില്ലല്ലോ, ഒരാശ്വാസം എന്നോട് പറയുന്നില്ലല്ലോ. ഉരുവിടുന്ന പദമല്ലേ എന്നെ സ്നേഹിപ്പാൻ ആരും ഇല്ല എന്നുള്ളത്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, വചനം പറഞ്ഞിരിക്കുന്നു, നിങ്ങളെന്റെ സ്നേഹിതന്മാരെന്ന് യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞെങ്കിൽ, നിങ്ങളെന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞെങ്കിൽ 17-ാം അധ്യായത്തിൽ പറയുന്ന ലോകം അറിയേണ്ടത് എന്താണെന്നറിയാമോ? എന്താ അറിയേണ്ടത്? പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആരെ സ്നേഹിച്ചതുപോലെ? യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ, യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളെയും സ്നേഹിക്കുന്നുവെന്ന് ലോകമറിയട്ടെ. ലോകമറിയട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ വചനത്തിന്റെ അർത്ഥം? പിതാവ് നമ്മെ സ്നേഹിക്കുന്നു, യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നുവെന്ന് ആരറിയണം? ആരറിയണം? ലോകമറിയണം. അറിയുന്നുണ്ടോ ദൈവമക്കളെ? ലോകത്തിലെ അനേക കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പൊ കൊറോണയുടെ കണക്ക് ചോദിച്ചാൽ കൃത്യമായിട്ട് നമ്മൾ പറയും. ലോകത്തിലെ പല കാര്യങ്ങൾ നമുക്കറിയാം. കേരളത്തിൽ എത്ര സീറ്റുകൾ ഭരണകക്ഷി പിടിച്ചു, പ്രതിപക്ഷം പിടിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പറയും. ഇന്ന ആളോട് ചോദിച്ചാൽ മതി, കൃത്യമായിട്ട് അറിയാം, ഇല്ലേ? പക്ഷേ ലോകം അറിയേണ്ടത് അതല്ല. ലോകം അറിയേണ്ടത് അതല്ല. അറിയുന്ന നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൊറോണയുടെ കണക്കൊന്നും ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോകുന്ന കണക്കാണ്. സ്തോത്രം, അറിയുവാൻ ഇടയായി തീർന്നത്. ലോകത്തിൽ കോടിക്കണക്കിന് ആളുകള് രോഗികളായി തീർന്നു. ഏതാണ്ട് 7 കോടിയിലധികം ജനങ്ങൾ, 7 കോടി
54 ലക്ഷം ആളുകൾ രോഗികളായി തീർന്നു. 16,80,000 ആളുകൾ മരണപ്പെടുവാനിടയായി തീർന്നു. ഇത് ലോകമറിയുന്നു. അമേരിക്കയിൽ മാത്രം 3,20,000 പേര് മരണപ്പെടുവാനിടയായി തീർന്നു. ഇന്നലത്തെ കണക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് ലോകമറിയുന്നു. എന്നാൽ ഇതിനേക്കാൾ ഉപരി ലോകം അറിയേണ്ടത് എന്താണെന്നറിയാമോ? ലോകമറിയട്ടെ, യേശുക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ അറിയുവാനായിട്ടിടയായി തീരണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് മുതൽ എത്ര ദൈവമക്കൾ അങ്ങനെയൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്? യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്നിലൂടെ വെളിപ്പെടുത്തുവാൻ, എന്നിലൂടെ പ്രദർശിപ്പിക്കുവാൻ. അതൊന്ന് ലോകം അറിയണം. നമുക്ക് പലപ്പോഴും ലോകം അറിയാൻ ആഗ്രഹമല്ലേ? അതിനാ നമ്മൾ പലപ്പോഴും ഫോട്ടോ എടുത്ത് അങ്ങോട്ടിടും, ഇങ്ങോട്ടിടും, സ്റ്റാറ്റസ് ആയിട്ടിടും, പിന്നെ എന്താ ഫേസ്ബുക്കിലിടും. ഞാൻ കുറ്റം പറഞ്ഞല്ല, നല്ല കാര്യം കേട്ടോ, ഐ അപ്രീഷിയേറ്റ്. നിങ്ങൾ എന്നെ അഭിനന്ദിച്ചുകൂടിയാണ് ഞാൻ പറയുന്നത്. ഒന്നിലും ഞാൻ വിലക്കല്ല. അറിഞ്ഞോട്ടെ. പക്ഷേ ഒരു ചലഞ്ച് ഞാൻ നിങ്ങൾക്ക് വരുന്നു. സുവിശേഷത്തിന്റെ 4 വാക്കെടുത്ത്, ഒരു വചനത്തിന്റെ 4 കഷണമെടുത്ത് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് എത്ര നേരം ഇട്ടിട്ടുണ്ട്? ഇന്ന് വരെ ഇട്ടിട്ടുണ്ടെന്ന് കൈവർത്താണ്. സ്തോത്രം. കരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മകൾ പറയട്ടെ, ലോകമറിയേണ്ടത് ഞാൻ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണമെന്ന് ലോകമറിയണം. അതറിയട്ടെ. ഞാൻ നിങ്ങളുടെ ദൈവമല്ലാണെന്ന് ലോകമറിയട്ടെ. ഒരു ചെറിയ പ്രവൃത്തിയിലായിരിക്കാം അറിയുന്നത്. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞ പകുതി കഴിച്ച പലരെടുത്ത് കഴിച്ചിട്ടാണ് കളി തുടരുവാനായിട്ട് ഒരു കളിക്കാരൻ തയ്യാറായെങ്കിൽ അദ്ദേഹത്തിന്റെ മനുഷ്യത്വമെന്നും അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്നുള്ളത് വിശപ്പ് കൊണ്ടല്ല, മറിച്ച് ഭക്ഷണത്തോടുള്ള ബഹുമാനമായിരുന്നെങ്കിൽ, ദൈവത്തോടുള്ള ബഹുമാനം നിമിത്തം ചില സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിനെ വെളിപ്പെടുത്തണമെന്നാണ് ഞാൻ പറയുന്നതിന്റെ സാരം. ഇന്ന് നമുക്ക് എത്ര പേര് തയ്യാറാകുന്നു? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൗത്യം എന്തായി? നമ്മുടെ ദൗത്യം ഞാൻ ഓർപ്പിക്കാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിലെ മർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 28-ാമത്തെ വചനം 27 മുതൽ വായിച്ചു. അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. മർക്കോസ് സുവിശേഷം 12-ന്റെ 27-28. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്ത് വന്ന് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതു എന്ന് എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവിനെ ഏകനാകൊണ്ട് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളതാകുന്നു ഏറ്റവും മുഖ്യ കൽപ്പന. ആവർത്തന പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 4-5 വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു കർത്താവ് ഈ വചനം പ്രഖ്യാപിക്കുവാൻ ഇടയായിട്ടുള്ളത്. ഏറ്റവും മുഖ്യ കൽപ്പന ഏതാകുന്നു? നിന്റെ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെന്നുള്ളതാകുന്നു ഏറ്റവും മുഖ്യ കൽപ്പനയെന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ദൗത്യം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്.
അത് ലോകം അറിയണം. എന്റെ സമയങ്ങൾ തീരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അർപ്പിക്കട്ടെ, ഈ മെസ്സേജ് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ദൗത്യം നാം ദൈവത്തെ സ്നേഹിക്കുക. അടുത്തവേ, കർത്താവ് പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വെളിച്ചം പ്രകാശിപ്പിക്കുക. മത്തായി സുവിശേഷം 5:16 വാക്യം. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ, ശ്രദ്ധിച്ചേ, നിങ്ങൾ പിതാവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞെങ്കിൽ, എല്ലാറ്റിനും അധികമായി ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞെങ്കിൽ, നമ്മുടെ അടുത്ത ദൗത്യം, കർത്താവ് ഒരു ദൗത്യം പൂർത്തീകരിച്ച് പറഞ്ഞതാണ്, പോകാം, എഴുന്നേൽക്കാം, പോകാം. ഞാൻ പിതാവിനെ സ്നേഹിച്ചുവെന്നും അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞത്, പിതാവ് പറഞ്ഞത് ഞാൻ പൂർത്തീകരിച്ചുവെന്നും ലോകം അറിയട്ടെ എന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമക്കളുള്ള സന്ദേശം നമ്മളെ നോക്കിയും പറയുവാൻ കഴിയണമെന്ന് ദൈവത്തെ സ്നേഹിക്കുമെന്ന് ലോകം പറയട്ടെ. രണ്ടാമത് നമ്മുടെ ദൗത്യമായിട്ട് ഓർപ്പിച്ചതാണ് വായിച്ച് കൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്താ നമ്മുടെ ദൗത്യം? നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട്, എല്ലാവരും അക്കാലം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ ലോകം കാണട്ടെ. എന്താ ലോകം കാണേണ്ടത്? എന്റെയും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ ലോകം കാണട്ടെ. രണ്ടാമത്തെ ചിന്ത, എന്താ ലോകം കാണേണ്ടത്? എന്റെയും നിങ്ങളുടെയും നല്ല പ്രവൃത്തികളെ ലോകം കാണട്ടെ. ലോകം കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട. ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ. ലോകത്തിന്റെ ഉപ്പായും ലോകത്തിന്റെ വെളിച്ചമായിട്ടുമൊക്കെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുമെന്ന് പറഞ്ഞ ഭാഗത്താണ് കർത്താവ് അപ്രകാരം പറയുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നത്. ഇനി ഓർപ്പിക്കട്ടെ, നമ്മുടെ ദൗത്യമുണ്ട്. കർത്താവ് ദൗത്യം നിർവഹിച്ചതിലൂടെ, പൂർത്തീകരിച്ചതിലൂടെ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധ തിരുവെഴുത്തിലെ റോമാലേഖനത്തിലെ അതിന്റെ റോമാലേഖനം 5-ാമത്തെ അധ്യായം എടുത്താട്ടെ. പത്തൊൻപതാമത്തെ വാക്യം. റോമാലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. ശ്രദ്ധിച്ചേ, ക്രിസ്തു അനുസരിച്ചു. അതാണ് ആ യോഹന്നാൻ സുവിശേഷം 14:31 രണ്ടാമത്തെ ഭാഗം. പിതാവിനോട് പറഞ്ഞതെല്ലാം ഞാന് പൂർത്തീകരിപ്പാനിടയായി, അനുസരിപ്പാനിടയായി തീർന്നു. അത് നിമിത്തം നമുക്കെന്ത് പ്രയോജനമുണ്ടായി? നമുക്കുണ്ടായ പ്രയോജനമാണ് ഏകനനുസരിച്ചത് കൊണ്ട് നാം എല്ലാവരും എന്തായി തീർന്നു? നീതിമാന്മാരായി തീർന്നു. ഇത് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞതാണ്, എഴുന്നേൽപ്പി പോകാം. എങ്ങോട്ടാ പോകേണ്ടത്? ദൗത്യം പൂർത്തീകരിപ്പാൻ പോകണം. എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. എങ്ങോട്ടാ പോകേണ്ടത്? ഒന്ന്, യോഹന്നാന്റെ സുവിശേഷത്തിലെ 18-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ കാണുന്നുണ്ട്, യേശു കർത്താവ് കെദ്രോൻ തോട് കടന്ന് അക്കരയ്ക്ക് പോയി. എന്താ അതിന്റെ അർത്ഥം? അഴുക്ക് ചാലാകുന്ന, അല്ലെങ്കിൽ യെരൂശലേം ദൈവാലയത്തിന്റെ ആ സ്ഥിതി ചെയ്യുന്ന കുന്നിനും ഒലിവുമലയ്ക്കും ഇടയിലുള്ള ഈ തോടിലേക്കാണ് ദൈവാലയത്തിൽ അറക്കുന്ന മൃഗങ്ങളുടെ പാപപരിഹാരത്തിന് അറക്കുന്ന മൃഗങ്ങളുടെ ചോരകൾ ഒഴുകി വരുന്ന രക്തച്ചാലാണത്. യേശു അത് കടന്നു. അതാണ് ദൗത്യം. എഴുന്നേൽപ്പിൽ നമുക്ക് പോകാം. ഈ തോട് കടക്കണം. ഈ തോട് വിളിച്ചറിയിക്കുന്നുണ്ട്,
പാപപരിഹാരത്തിനായിട്ട് ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ഞാനിതാ കടന്നു പോകുന്നു. നിങ്ങൾ എന്നോടൊപ്പം വരിക. നിങ്ങൾ എന്നോടൊപ്പം എവിടേക്ക് വരിക? കെദ്രോന്റെ അനുഭവങ്ങളിലേക്ക് വരിക. അടുത്തത് കെദ്രോൻ കടന്ന് യേശു കർത്താവ് എവിടെയാണ് എത്തിയത്? എവിടേക്ക് പോകാനാണ് ആഹ്വാനം ചെയ്തത്? പറ. കെദ്രോനോട് കടന്നെത്തിയത് ഗത്സമനെ എന്ന തോട്ടത്തിലേക്കാണ് എത്തുവാനിടയായി തന്നത്. എന്താ ഗത്സമനയുടെ പ്രത്യേകത? തകർച്ചയുടെ അനുഭവം. എണ്ണച്ചക്കങ്ങളുടെ അർത്ഥമുള്ളപ്പോൾ തന്നെ വേദനയാൽപ്പെട്ടു. അവിടെ യേശു കർത്താവ് പറഞ്ഞു, പിതാവേ, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിർവഹിക്കണമേ. വിയർപ്പുതുള്ളികൾ പോലെ രോമകൂപങ്ങളിൽ നിന്ന് ചോരത്തുള്ളികൾ പൊടിഞ്ഞപ്പോൾ, ഹൃദയം പടഞ്ഞപ്പോൾ, ഗത്സമന തോട്ടത്തിലെ ഒലിവ് മരങ്ങൾ കൂട്ടിയിടിച്ച് തൊലികളൊക്കെ മുഴകൾ പോലെയായി എന്നാണ് ഇന്നും അത് കാണുന്നവർ പറയുന്നു. അത്ര പ്രകൃതി പോലും വേദനിച്ച നിമിഷം യേശു കർത്താവിന്റെ വേദന താങ്ങുവാൻ പ്രകൃതിക്ക് കഴിഞ്ഞില്ല. ഗത്സമനയിൽ ഇരുന്നുകൊണ്ട് ഹൃദയം പൊട്ടി എന്നെയും നിങ്ങളെയും കണ്ടുകൊണ്ട് യേശു കർത്താവ് വിളിച്ചു, എഴുന്നേൽക്കുക, പോകാം. കെദ്രോനോട് കിടക്കണം. ഗത്സമനയും കടന്നിട്ട് യേശു കർത്താവ് എവിടെയും എത്തി. പിന്നീട് കാൽവറിയിലേക്ക് എത്തുവാനിടയായിരുന്നു. പീലാത്തോസിന്റെ അരമനകളും വിസ്താരങ്ങളും കന്യാവ് കയ്യഭാവം തുടങ്ങിയ മതപുരോഹിതന്മാർ തുടർന്ന് ഹെരോദാവ്, പീലാത്തോസ് തുടങ്ങിയവരൊക്കെ വിസ്തരിച്ചു. ശേഷമായിട്ട് എത്തിയത് വിശുദ്ധ ലൂക്കോസ് സുവിശേഷത്തിൽ 23-ാം അധ്യായത്തിൽ 33-ലേക്ക് വരുമ്പോൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് തലയോടിനമെന്നുള്ള സ്ഥലത്ത് അവരെത്തി. അതിലൂടെ പറഞ്ഞാൽ ഈ സന്ദേശം പൂർത്തീകരിക്കുവാൻ എനിക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ചില മിനിറ്റുകൾ എടുക്കുന്നത്. ആ പദത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്, എന്ന് പറഞ്ഞാൽ കാൽവറി വരെ എത്തി. വരുവി, എഴുന്നേൽക്കാം, പോകാം. കെദ്രോനോട് കടക്കണം, ഗത്സമന കടക്കണം, കാൽവറി വരെ എത്തണം. കാൽവറിയിൽ പൂർത്തീകരണം. കാൽവറിയിൽ എന്താ കർത്താവ് പറഞ്ഞറിയാമോ? യോഹന്നാൻ സുവിശേഷം 19:31 യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സകലതും നിവൃത്തിയായി. സകലതും നിവൃത്തിയായി. സകലതും നിവൃത്തിയായി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. എഴുന്നേൽക്കുക, പോകുക, കർത്താവിനോടൊപ്പം. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയി. അതേ കെദ്രോന്റെയും ഗത്സമനയുടെയും അനുഭവങ്ങളിലൂടെ കടന്നുപോയി. കാൽവരിയിലെത്തി ജയഭേരി മുഴക്കുവാനായി തിടയായെത്തിയിരുന്നു. കാൽവരി ജയത്തിന്റെ സ്ഥലമാണ്. കാൽവരി വിടുതലിന്റെ സ്ഥലമാണ്. കാൽവരി ഉയർച്ചയുടെ താഴ്ചയുടെ വഴിപോലെ അനുഭവിക്കുന്ന സ്ഥലമാണ്. കാൽവരി ഇന്ന് നീ എന്നോട് കൂടെ പ്രദേശത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ നിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഇടമാണ് കാൽവരി. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് പോകാനാണ് നീ എഴുന്നേൽക്കേണ്ടത്? നിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഇടത്തേക്ക് പോകുവാൻ നീ എഴുന്നേൽക്കണം. നിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഇടം ഈ ലോകത്തിനെതിരെ ഓഫീസോ ബാങ്കോ അധികാരികളോ കിട്ടാനുള്ള ലോകമൊന്നുമല്ല നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. നിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഇടമാണ് തലയോടിനം, കാൽവറി എന്നുള്ളത്. ഇന്ന് പകൽ ഈ കാൽവറിയിലേക്ക് നടന്നു കയറുവാൻ എത്ര പേരുണ്ട്? ക്രൂശിന്റെ അനുഭവങ്ങളെ അടുപ്പിച്ചറിയുവാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? ഈ കർത്താവിനെ സ്നേഹിപ്പാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? ഈ കർത്താവിനെ വിൽപ്പാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? ഇത് ലോകം അറിയട്ടെ. നീ യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയട്ടെ. നീ ദൈവത്തിന്റെ പൈതലാണെന്ന് ലോകം അറിയട്ടെ. ലോകം നോക്കിക്കൊണ്ട് പറയട്ടെ, എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് പറയട്ടെ, ലോകം നീ കുറ്റവാളി എന്ന് ലോകം മുദ്ര വെക്കുകയല്ല. നിന്റെ നല്ല പ്രവൃത്തികളെ ലോകം കാണുമ്പോൾ പറയും നീ ഒരു ദൈവ പൈതലാണെന്ന് പറയുക. ഒരു സ്ത്രീക്ക് കുറെ യുവാക്കൾ ഇങ്ങനെ തർക്കിച്ചു നിൽക്കുന്നത് പോലെ യാത്രക്കാർക്ക് തോന്നി. പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ തെരുവിൽ വഴക്കുണ്ടാകും. പോലീസ് വന്നപ്പോൾ യുവാക്കൾ അടുത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഈ യുവാക്കളെ പോലീസുകാർ മാറി നിന്ന് വീക്ഷിച്ചു. അവര് കണ്ട കാഴ്ച, ഭക്ഷണം മേശപ്പുറത്ത് വന്നപ്പോൾ അതിന്റെ മേൽ കൈവെക്കുന്നു.
അവർ പ്രാർത്ഥിക്കുന്നു, അവർ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വീട് മാറി നിന്ന് വീക്ഷിച്ചു. യുവാക്കൾ ഇറങ്ങിയപ്പോൾ അവരെ പോലീസ് ചോദ്യം ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങൾ വഴക്കുണ്ടാകില്ല, വഴിയിൽ രണ്ടുപേർ തമ്മിൽ വഴക്ക് കൂടുന്നത് കണ്ടപ്പോൾ അവരെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. അവരുടെ മുമ്പിൽ ഭക്ഷണം വന്നത് കണ്ടപ്പോൾ മാറി നിന്ന് വീക്ഷിച്ച പോലീസുകാരെ കണ്ടപ്പോൾ, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ, കുറ്റവാളികളെന്ന് ചിന്തിച്ചവരെ അവരെ വിട്ടയച്ചിട്ട് പോലീസ് അവരോട് സോറി പറഞ്ഞു. അത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു സംസ്കാരം കൂടിയാണ്. പോലീസുകാർ പോലും സോറി പറഞ്ഞു. എന്തിന്? നിന്നെ തെറ്റിദ്ധരിച്ചു പോയി, നിന്നിലുള്ള നല്ല പ്രവൃത്തികളെ കണ്ട് സോറി പറഞ്ഞേ. ലോകം അറിയട്ടെ നമ്മുടെ നല്ല പ്രവൃത്തികൾ. യേശുവിനെ സ്നേഹിക്കണമെന്ന് ലോകം അറിയട്ടെ, കർത്താവിന്റെ ദൗത്യം പൂർത്തീകരിക്കണമെന്ന് ലോകം അറിയട്ടെ. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ ദൈവമക്കളും ദൈവസ്ഥലം എഴുന്നേറ്റ് വന്നാട്ടെ. ഈ കേട്ട സന്ദേശത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്നെ സമർപ്പിക്കുന്നു. ലോകം അറിയട്ടെ, എന്നെ കുറിച്ച് പറയട്ടെ, എന്റെ പ്രവൃത്തികളെ ലോകം അറിയട്ടെ. കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി പോകുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു. യേശു പറഞ്ഞ, പിതാവിനെ ഏൽപ്പിച്ച് ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ആകയാൽ വരിക, നമുക്ക് പോകാം. എഴുന്നേൽക്കാം, പോകാം. ഒരു ദൗത്യത്തിനായി എഴുന്നേൽക്കൂ, ദൗത്യത്തിനായി പോകൂ. പുതിയ വർഷത്തിൽ പുതിയ ദൗത്യത്തിലേക്ക് കാലെടുത്ത് വെക്കാം. നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് ലോകം നമ്മെ പ്രശംസിക്കട്ടെ. നീ ഒരു ദൈവവൈതലാണെന്ന് പറയട്ടെ. അതിന് ചിന്തകൾ ഇടയാക്കട്ടെ. എല്ലാവർക്കും ഈ സന്ദേശം അനുഗ്രഹമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളെ വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.